സർ, അൻസിബ ഹസനെതിരായ പരാതി, അൻസിബ ഹസനെതിരായ വിമർശനം, ആരോപണങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്. അൻസിബ ഹസനെതിരായ ഏറ്റവും ഗുരുതരമായ ആരോപണം എന്ന് പറയുന്നത് അൻസിബ ഒരാളെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിൽ അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ആള് തന്നെ ഏറ്റവും ഒടുവിൽ ഇതാ ഇപ്പോൾ പറയുകയാണ് അൻസിബയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു നീക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല, മതം മാറ്റാൻ തന്നെ മറ്റാരും ഇതുവരെ പ്രേരിപ്പിച്ചിട്ടുമില്ല എന്ന്. അപ്പോൾ അൻസിബയ്ക്കെതിരായി ലക്ഷ്മിപ്രിയയും അല്ലെങ്കിൽ ടിനി ടോമിനെ പോലെയുള്ള ചിലരെങ്കിലും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതിന് അൻസിബ ഹസൻ പറയുന്ന ചില മറുപടികൾ, ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി അമ്മ എന്ന സംഘടന, മറ്റ് സംസ്ഥാനത്തുള്ള സിനിമാക്കാർ അല്ലെങ്കിൽ സിനിമാ സംഘടനകൾ, ആളുകളൊക്കെ വളരെ അപമാനകരമായ രീതിയിലേക്കാണ് ഈ താരസംഘടനയുടെ ചില സമയങ്ങളിലുള്ള വിമർശനങ്ങൾ കടന്നു പോകുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ വളരെ വില കുറഞ്ഞ ആരോപണങ്ങളിലൂടെ ഇത്തരം തരം താഴ്ന്ന പ്രവൃത്തികൾ ഈ സംഘടനയിലുള്ള ചിലരിൽ നിന്നെങ്കിലും ഉണ്ടാകുന്നത്? ഒപ്പം അൻസിബ ഹസന്റെ വിഷയത്തെ എങ്ങനെ വിലയിരുത്താം? ഈ വിഷയം എന്തായാലും ഒരു ആരോപണം നടത്തി അത് മാനഹാനി ഉണ്ടാക്കി, അതിന്റെ ഫലമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ പറഞ്ഞ കംപ്ലൈന്റ് തെളിവില്ലാത്ത തരത്തിൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള മൊഴി പോലീസിന് കിട്ടുകയും ചെയ്തു. അതൊക്കെ അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. പോലീസ് വളരെ ഭംഗിയായിട്ട് അവരുടെ ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ നമ്മൾ കാര്യമായിട്ട് ഒരു കാര്യം ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ ഇവർ പറയുന്ന ഒരു വിഷയം? മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് ഒരാൾ പറയുന്നു, വേറൊരാള്, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അങ്ങനെ പറഞ്ഞ് കംപ്ലൈന്റ് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ മതം മാറ്റുക അല്ലെങ്കിൽ മതം മാറുക അത് സ്വാതന്ത്ര്യമായിട്ട് ഭരണഘടന അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ആർക്കും എപ്പോ വേണമെങ്കിലും മതം മാറാം. അതൊരു വലിയ വിഷയമേ അല്ല. ഇനി ഒരാള് വേറൊരാളെ പറഞ്ഞു, അതുകൊണ്ട് ഈ പറഞ്ഞ ആൾക്ക് എന്താ ഗുണം? അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട ആൾക്ക് എന്താ അതുകൊണ്ട് ഒരു മെച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോ ഈ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറയുന്നതും അത് മാനഹാനി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലും ഒക്കെ പോകുന്നതും അത് പോലീസ് അന്വേഷിക്കുന്നു. ഞാൻ സങ്കടപ്പെടുക. ഇവിടെ പോലീസ് സ്റ്റേഷനുകളിൽ കുറവാ. ഇന്നും കേരളത്തിലെ മൊത്തം പോലീസ് സ്റ്റേഷനുകളിൽ ശരിയായ കേസുകൾ അന്വേഷിക്കാൻ അതിനുള്ള പോലീസുകാർ തികയാത്തൊരവസ്ഥയില് ഈ വൃത്തികെട്ട തോന്നിയാസം പറച്ചില്, ഇത് എന്താണിത്? ഇവിടുത്തെ ജനാണ് ചോദ്യം ചെയ്യേണ്ടത്. ഇത് എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഇന്ന് അവിടെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഇവർ തന്നെ ഉണ്ടാക്കിയതല്ലേ, ഇവരെല്ലാരും കൂടിയിട്ട്. എന്നിട്ടല്ലേ കഴിഞ്ഞ മന്ത്രിസഭ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞിട്ട് അതിന് കുറെ പൈസയും ചെലവാക്കിയിട്ട് ഒരു ജഡ്ജിനെ അതിന്റെ തലപ്പത്ത് വെച്ച് അന്വേഷണം നടത്തി. ഇതിനും കോടികൾ ചെലവാക്കി. എന്നിട്ട് അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കി. ആ അന്വേഷണ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ച് അത് ഒളിച്ചു വെച്ചു, പൂഴ്ത്തി വെച്ചു. അതിനെതിരെ ഒരു ആക്ഷനും ഇല്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാനായിട്ട് വീണ്ടും ഈ മതം മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോവാ. പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് സെലിബ്രിറ്റികൾ വരുമ്പോ അവർക്കും ഒരു നല്ല ഉഷാറ്, എന്നിട്ട് അന്വേഷണം നടത്തുക. എന്താ ഇവിടെ നടക്കുന്നത്? ആ മന്ത്രി അതിന് ആത്മാർത്ഥമായി ഇടപെടുന്ന ഞാൻ വിചാരിച്ചത്. മന്ത്രിയും മുണ്ടുന്നില്ല. എവിടെ പോയി അമ്മയുടെ കാരണവന്മാരായിരിക്കുന്നവര് എന്താ അതിൽ ഇടപെടാത്തത്? ഇത് എന്ത് സംഭവം? അത് പിരിക്കാൻ പോയി, പിരിച്ചപ്പോ ആരോ പിരിവ് തന്നില്ല, കൊടുത്തില്ല, എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ ഇവിടെ വേണ്ട വിഷയത്തെ കുറിച്ച് ആരും പറയുന്നില്ല. ഇവിടെ ഒരു അതിജീവിതയെ പീഡിപ്പിച്ച ആ കേസ് ഇപ്പൊ കോടതി സ്വീകരിച്ചിരിക്കുകയാണ്. അത് ആരാണ് അതിന് പിന്നിൽ ഇപ്പോ പ്രവർത്തിക്കുന്നത്? അതിനുവേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അവളുടെ ഒപ്പം എന്ന് പേരിട്ടുകൊണ്ട് ആ ട്രസ്റ്റാണ് ഇപ്പൊ ആ കേസ് നടത്തുന്നത്. ആ കേസ് ഇപ്പൊ കോടതി സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വളരെ ഗൗരവമായിട്ടുള്ള പല സംഭവങ്ങളും അവിടെ നിലനിൽക്കുമ്പോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിലനിൽക്കുമ്പോ ഈ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള ചെറു കാര്യങ്ങൾ വെച്ച് അതൊരു വലിയ വിഷയമാക്കി മാറ്റിയിട്ട് ആ വലിയ സംഭവങ്ങൾ ഒന്നും പുറത്തു കാണിക്കാതിരിക്കാനുള്ള
ഒരു സൂത്രപ്പടിയാണോ ഇതെന്നുകൂടി നമ്മൾക്ക് സംശയിക്കേണ്ടി വരികയാണ്. കാരണം ഈ വിഷയം ഇങ്ങനെ പുറത്ത് ഇവർ രണ്ടുപേരും പറയുമ്പോൾ പോലും അമ്മയുടെ EC മീറ്റിംഗ് കൂടുമ്പോ അതില് ഇത് ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? പുറമെ പറയുന്നു, അതിന് തെളിവുകൾ കണ്ടവരും കേട്ടവരും ഇമെയിൽ വായിച്ചവരൊക്കെ പറയുന്നു, പോലീസ് അന്വേഷിക്കുന്നു, തെളിവില്ല. ഇനി അതൊക്കെ എന്തെങ്കിലും ഒരു കൺക്ലൂഷനിൽ എത്തും. ഇവിടെ ആ വലിയ വലിയ സംഭവങ്ങൾ മറച്ചു വെക്കാനായി ഈ ചെറിയ ചെറിയ സംഭവങ്ങൾ പുറത്തെടുത്തുകൊണ്ട് കളിക്കുകയാണോ എന്ന് കേരള ജനത ഇപ്പോ സംശയിക്കേണ്ടതായി വരികയാണ്. സർ, അൻസിബ നൽകിയ പരാതിയിൽ കഴമ്പില്ല എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അത് കുറ്റാരോപിതർ എന്ന അൻസിബ തന്നെ പറയുന്നവർക്ക് ലഭിച്ച ഒരു പിടിവള്ളി കൂടിയാണ്. ഈ രീതിയിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നത്തെ മറച്ചുവയ്ക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു വിഷയമായിരുന്നു ഇതെങ്കിൽ ഈ രീതിയിൽ പോലീസും കേസും മാധ്യമങ്ങളും ഒക്കെയായി ഇത് ഈ രീതിയിൽ വഷളാകുമായിരുന്നു. അവർക്ക് മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ അവരുടെ അജണ്ട കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവം മുതൽ ഇങ്ങോട്ട് ഈ മലയാള താര സംഘടനയിൽ ഏതൊക്കെ നിലയിൽ ഏതൊക്കെ അജണ്ടകൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സമയങ്ങളിൽ അവർ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീടാണ് പല കാര്യങ്ങളും വെളിച്ചത്ത് വന്നതുപോലും. പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ മോഹൻലാലും അതിനുശേഷം എത്തിയ ശ്വേതാ മേനോനും ഉൾപ്പെടെയുള്ളവർ എടുക്കുന്ന ചില നിലപാടുകളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ മറ്റേതെങ്കിലും ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് ഈ രീതിയിൽ പെരുമാറിയത് എന്ന് നമുക്ക് അത്രയേറെ വിശ്വാസ്യതയോടെ അത് കരുതാൻ സാധിക്കുമോ? ഇതില് നമുക്ക് അങ്ങനെ തോന്നേണ്ടതായി വരുന്നത് ഈ വിഷയം തന്നെ ഒരു സീരിയസ് ആയ സബ്ജക്റ്റ് അല്ല. അതായത് ആരോപിക്കപ്പെടുന്നത് എന്താണ്? മതം മാറ്റാൻ ശ്രമിച്ചു എന്നാണ് ഒരാൾ പറയുന്നത്. അതാണ് അവരുടെ മാനം പോയ സംഭവം. പക്ഷെ ഇനി അഥവാ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതാണോ വലിയ വിഷയം? അതിനെക്കാട്ടിയും വലിയ വിഷയം വേറെ ഇല്ലേ? അതൊന്നും പറയാതെ ഈ വിഷയം തന്നെ പോലീസ് എന്താ ചെയ്യുക? ഇനി അഥവാ അയാള് പറഞ്ഞത് തെളിഞ്ഞു, മതം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ തന്നെ എന്താ ഉണ്ടാവാൻ പോണ്? ഇവിടെ ഒന്നും ഉണ്ടാവാൻ പോണില്ല. പക്ഷെ ഇത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ കുറെ ആൾക്കാര് അൻസിബയുടെ പിന്നാലെ നിൽക്കുക, കുറെ ആൾക്കാര് മറ്റേ ആളുടെ പിന്നാലെ നിൽക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിഞ്ഞുകൊണ്ടേയിരിക്കുക. പോലീസുകാർക്ക് ഇതൊരു തമാശ. അല്ലാതെ ഇതിലെന്താ ഉള്ളത്? ഇതിലെന്ത് കഴിമ്പാണുള്ളത്? ഇതിലെന്ത് സീരിയസ്നെസ് ആണുള്ളത്? എന്നാൽ അതിനെക്കാട്ടും വലിയ സീരിയസ്നെസ് അല്ലേ മിനിഞ്ഞാന്നല്ലേ ആ അതിജീവിതയുടെ കേസ് കോടതിയിലെടുത്തത്? എന്താ ചാനലുകാരൊന്നും ഇത് പറയാത്തത്? എന്താ ഇത് ചർച്ച ചെയ്യാത്തത്? അതേമാതിരി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താ ആരും ഉണ്ടാത്തത്? എന്താ അത് ചർച്ച ചെയ്യാത്തത്? അതിന് നീതി കിട്ടണ്ടേ അതിലാൾക്കാർക്ക്? അതിനെ കുറിച്ചൊന്നും പറയാതെ അതൊക്കെ മൂടി വെച്ചുകൊണ്ട് ഇത് എന്തോ ഇപ്പോഴും മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഇവർ തല്ലിവിടുന്നത്? മതം മാറ്റാൻ ശ്രമിച്ചു, അത് പറഞ്ഞത് അഭിമാന ശ്രദ്ധ ഏൽപ്പിച്ചു. ഇതൊക്കെ വലിയ രണ്ടുപേരെ ഇടപെട്ട് പറഞ്ഞാൽ തീരുന്ന 2 മിനിറ്റിന്റെ പ്രശ്നമേ ഉള്ളൂ. അത് വലിയൊരു പ്രശ്നമാക്കി മാറ്റിയിട്ട് ഈ ശരിയായ വലിയ പ്രശ്നങ്ങൾ പുറത്തേക്ക് കാണിക്കാതിരിക്കുന്ന ഇത് ഒരു തട്ടിപ്പാണോ എന്ന് കേരള ജനത സംശയിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. എന്തായാലും സർ സൂചിപ്പിച്ചതുപോലെ മലയാള താരസംഘടന അങ്ങേയറ്റം അപമാനപരമായ രീതിയിൽ അല്ലെങ്കിൽ നാണം കെട്ട രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെയാണ് നിലവിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ താരസംഘടനയ്ക്കകത്തോ അല്ലെങ്കിൽ പുറത്തോ നിലനിൽക്കാവുന്ന കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളല്ല സംഘടന നിലവിൽ കൈകാര്യം ചെയ്യുന്നത്. എത്രയോ വർഷങ്ങളായി ആളുകൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്നു എന്ന് സംഘടനയ്ക്കകത്തു നിന്നുള്ളവർ തന്നെ പറയുമ്പോൾ പലപ്പോഴായി സംഘടനയിൽ നിന്ന് വരുന്ന ഇത്തരം പൊട്ടലും ചീറ്റലുകളും വലിയ നാണക്കേട് തന്നെയാണ് മലയാള സിനിമാ ലോകത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്തുള്ളവർ അല്ലെങ്കിൽ EC-യിൽ തന്നെയുള്ള മെമ്പർമാർ എന്ന് പറയുന്നവർ പോലും അവർക്ക് തന്നെ ഒരു വിഷയത്തിൽ തന്നെ ഒത്തൊരുമയില്ല എന്നുള്ളത് പലപ്പോഴായി നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു കഴിഞ്ഞു. അൻസിബ പറയുന്ന കാര്യങ്ങളിൽ പലതും താരസംഘടനയുടെ പ്രസിഡന്റിന് പോലും അറിവില്ലാത്ത കാര്യങ്ങളാണ്. അവരിതുവരെ അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് കൈമലർത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും അമ്മ എന്ന താരസംഘടനയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അൻസിബയുടെ വിഷയവും അങ്ങനെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ജയശങ്കർ സർ സൂചിപ്പിച്ചതുപോലെ മറ്റേതെങ്കിലും ഒരു വിഷയം മറച്ചുവെക്കാൻ വേണ്ടി ഇതൊരു അജണ്ടയാക്കിയെടുത്ത് ഒരു സ്ക്രിപ്റ്റഡ് ഇൻസിഡന്റ് ആണോ ഇത് എന്ന് പോലും സംശയിച്ചു പോകുന്ന രീതിയിലേക്ക് ഈ താരസംഘടന അധപ്പതിച്ചിരിക്കുന്നു എന്നത് ഖേദകരമാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.